രാഷ്ട്രീയ പ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ, ജനപ്രതിനിധികൾ എല്ലാവരും അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. എറണാകുളം ടൗൺ ഹാളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്ന. അതിവൈകാരികമായൊരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് മലയാളക്കരയാകെ. വലിയൊരു വിയോഗം, വീട്ടിൽ ഒരാൾ നഷ്ടപ്പെടുന്ന അന്തരീക്ഷം എല്ലാവർക്കും എല്ലായിടത്തും തോന്നും. ശ്രീനിവാസനോട് പ്രത്യേകമായി ആർക്കും വിദ്വേഷമോ ദേഷ്യമോ ഒന്നുമില്ലല്ലോ. അതുതന്നെയാണല്ലോ ആ മനുഷ്യൻ്റെ നമ്മുടെ മനസ്സിലെ ഇടം എന്നത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവാണെങ്കിൽ, സിനിമാ സംവിധായകനാണെങ്കിൽ, രാഷ്ട്രീയ പ്രവർത്തകനാണെങ്കിൽ, സിനിമാ നടനാണെങ്കിൽ ഇഷ്ടവും അനിഷ്ടവും ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയ, സമൂഹ മാധ്യമങ്ങളുടെ കാലത്ത് പ്രകടമാണ്. പക്ഷേ ശ്രീനിവാസൻ്റെ കാര്യത്തിൽ അങ്ങനെ അനിഷ്ടങ്ങൾ ഇല്ലാത്ത ഒരു നടൻ, അനിഷ്ടങ്ങളില്ലാത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുന്നയാൾ, അനിഷ്ടം പക്ഷേ ഉറച്ചു പറയാൻ ആഗ്രഹിച്ചയാൾ, അങ്ങനെയാണ് ശ്രീനിവാസൻ്റെ തന്നെ ലോകം വിപുലീകരിച്ചിരിക്കുന്നത്. സ്നേഹമോൾ നൈനാൻ കൂടി നമുക്ക് പോണ്ട്. സ്നേഹ, അവിടെ എത്തിയവർ, അദ്ദേഹവുമായി വലിയ അടുപ്പമുള്ളവർ, സഹപ്രവർത്തകർ എങ്ങനെയാണ് അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത്? രതീഷ്, ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ എറണാകുളത്തെ ടൗൺ ഹാളിലേക്ക് അവസാനമായി തങ്ങളുടെ പ്രിയപ്പെട്ട ശ്രീനിയേട്ടനെ, തങ്ങളുടെ പ്രിയപ്പെട്ട നടനെ, സംവിധായകനെ, തിരക്കഥയെ അവസാനമായി കാണാനായിട്ട് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. സിനിമ, അതായത് കല, സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ രംഗത്തെല്ലാം നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, ഉദയം പേരൂരിന് സമീപമുള്ള കണ്ടനാത്തെ വീട്ടിൽ നടൻ മമ്മൂട്ടി എത്തി അന്ത്യോപചാരം അർപ്പിച്ചിരുന്നു. അതിനുശേഷം മുഖ്യമന്ത്രി ടൗൺ ഹാളിലെത്തിയിരുന്നു. അങ്ങനെ നിരവധി പേരാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും നിറകണ്ണുകളോടെയാണ് മടങ്ങുന്നത്. ഇന്ന് നേരം പുലർന്നപ്പോൾ എല്ലാ മലയാളികൾക്കും ഷോക്കിംഗ് ആയ ഒരു വാർത്ത കേട്ട് തന്നെയാണ്. ആ വാർത്ത കേട്ട് എല്ലാ മലയാളികളും ഞെട്ടിത്തെറിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും കുടുംബത്തിലെ ഒരംഗം വിടവാങ്ങിയ അതേ പ്രതീതി തന്നെയാണ് ഈ മലയാളത്തിൻ്റെ സ്വന്തം ശ്രീനിവാസൻ്റെ ഒരു വിടവ്, മലയാള സിനിമയിൽ ശ്രീനിവാസൻ്റെ ഒരു വിടവ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ നിരവധി പേരാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. 3 മണി വരെയാണ് എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിനായുള്ള സമയം നിശ്ചയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴും ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സമയം നീണ്ടുപോകാനായിട്ടുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഏകദേശം ഒരു 4 മണി വരെ ടൗൺ ഹാളിൽ പൊതുദർശനമുണ്ടാകും. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്, ഉദയം പേരൂരിന് സമീപമുള്ള കണ്ടനാട്ടെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോവുക. ഇനി നാളെ 10 മണിയോട് കൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുകയും ചെയ്യുക. ഏകദേശം 10 വർഷത്തോളമായി അദ്ദേഹം കണ്ടനാടുള്ള വീട്ടിലായിരുന്നു താമസം. അവിടെ അദ്ദേഹത്തിൻ്റെ കൃഷിയും കാര്യങ്ങളുമൊക്കെ നോക്കി, നമുക്കറിയാവുന്ന പോലെ തന്നെ പണ്ട് മുതലേ കൃഷിയോടൊക്കെയും അദ്ദേഹത്തിൻ്റെ പ്രത്യേക താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കൃഷിയും കാര്യങ്ങളുമൊക്കെ നോക്കി കണ്ടനാടുള്ള വീട്ടിലായിരുന്നു അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ശ്രീനിവാസനെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണക്കാരുടെ ഇടയിലേക്കാണ് സിനിമ ചെല്ലേണ്ടത് എന്നൊരു ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നൊരു കാര്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. സാധാരണക്കാരാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളായെല്ലാം വന്നിരുന്നത്. അതിൽ തൻ്റെ തന്നെ ജീവിതമായിരുന്നു ഈ ശ്രീനിവാസനെ സംബന്ധിച്ചിടത്തോളം പ്രത്യക്ഷമായല്ലേ. കഥ, തിരക്കഥ, സംവിധാനം, സംഭാഷണം ഈ മേഖലയിലൊന്നുമല്ലെങ്കിലും അപ്രത്യക്ഷം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം മലയാള സിനിമകളിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും കൂടി നമുക്ക് ഏവർക്കും അറിയാം. ഈ പറഞ്ഞു കേട്ടിട്ടുള്ളതുപോലെ ഹരികൃഷ്ണൻ സിനിമയുടെ ക്ലൈമാക്സ്, മമ്മൂട്ടി മോഹൻലാലും നിർമ്മിച്ച ഹരികൃഷ്ണൻ സിനിമയുടെ ക്ലൈമാക്സ് എവിടെ കൊണ്ടെത്തിക്കും എന്നറിയാതെ കൺഫ്യൂഷനിലാണ്